ഫാമിലി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മ്യൂണിച്ചിലാണിപ്പോൾ. മ്യൂണിച്ചിലേക്ക് വന്നേക്കണേ, ജോലിയുടെ ഭാഗമായിട്ട് വന്നേക്കണേ. മഴ പെയ്യുന്നുണ്ട് ഇടയിൽ സ്കൈലൈനിലാണ്. അങ്ങനെ നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ഫ്ലൈറ്റുകൾ ഇറങ്ങണം. മ്യൂണിച്ചിലെത്തിപ്പോൾ സ്റ്റാർ എയർലൈൻസിൻ്റെ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. കൂടുതലും ലുഫ്താൻസ ആയിട്ട് അവിടെ കൂടുതലും ലുഫ്താൻസ. ഈ കാണുന്നത് വേറൊരു എയർവേസിന് ഇരിച്ചിട്ടുണ്ട്. എന്താണ് ITA എയർവേസ്, ഇറ്റാലിയനായിരിക്കും. നമ്മൾ പുറത്തേക്ക് നടക്കണ്. ഇപ്പോൾ മ്യൂണിച്ചിൽ ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കണം നമ്മൾ. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ആളാണ് എൻ്റെ കൂടെ വരുന്നത്. ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം. ഇനി ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള വിഷ്വൽസ് കാണിച്ചാൽ ചിലപ്പോൾ ഇവിടെ ക്യാമറ അലൗഡ് ചെയ്തില്ലെങ്കിൽ മണിക്കട അവർ. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കിടക്കട്ടെ. നമ്മൾ ഇവിടുന്ന് കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ലത്. അവിടെയാണ് എയർപോർട്ട്. എയർപോർട്ടിൽ പുറത്തേക്ക് പോകണം. ഇന്നലെയാണ് മ്യൂണിച്ചിലെത്തിയത്. അതിനുശേഷം നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ റാത്ത് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. റാത്ത് ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൗൺ ഹാളാണ് ഇവിടുത്തെ. അതായത് പഴയ ടൗൺ ഹാളാണ്. അനുവും പിള്ളേരൊക്കെ വീട്ടിലാണ്. അപ്പോൾ ജോലിയുടെ ഭാഗമായ തന്നെ അവരെ കൂട്ടാൻ പറ്റില്ലോ. അപ്പോൾ അങ്ങനെ വന്നേക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ വെറുതെ മ്യൂണിച്ചിലത്തെ ഒരു റാത്ത് ഹൗസാണ് ഇത് കാണുന്നത്. So, shall I talk in my language? Yes. Okay. So, ഞാൻ പറഞ്ഞ ആളാണിത്. ആളുടെ പേര് ശിവം. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളാണ്. ഗുജറാത്താണ് ആളുടെ സ്വദേശം. അപ്പോൾ ആളാണ് എൻ്റെ കൂടെ വന്നിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിന്ന് മ്യൂണിച്ചൊക്കെ ഒന്ന് കാണാൻ വന്നേക്കാണ്. സോ ഇവിടെ ഒരു ചെറിയതായിട്ടൊരു പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ കാണുന്നത് പുതിയ റാത്ത് ഹൗസാണ്. അതെന്നാ പണി കഴിപ്പിച്ചെന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ ഇത് പഴയ റാത്ത് ഹൗസ് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് സെൻറ്റ് പീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പള്ളിയാണ്. ഇത് പള്ളി, അതെ. ഇതിൽ വേറെന്തോ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് മെൻഷൻ സം കൈൻഡ് ഓഫ് മ്യൂസിയം, റൈറ്റ്? Spielzug Museum. That one I think, the church, St. Peter. Yes. ഇവിടെ കണ്ട പ്രത്യേകത ഉണ്ട്. ഇവിടെ ഫുള്ള് ബിൽഡിങ്ങുകൾ, പഴയ കാലത്തെ ബിൽഡിങ്ങുകളാണ്. കണ്ട ഫുള്ള് കാണുന്നതും പഴയ കാലത്തെ ബിൽഡിങ്ങുകളാണ്. ഇത് കണ്ട ഈ ബിൽഡിങ്ങൊക്കെ കണ്ട ഫുള്ള് പഴയ കാലത്തെ ബിൽഡിങ്ങുകളാണ്. ആ രസമുണ്ട്. ഇവിടെ ഒരു അമ്മാമ്മ ഇരുന്ന്
ഇത് വായിക്കുന്നുണ്ട്, അക്കോർഡിയൻ വായിക്കുന്നുണ്ട്. ദിസ് ഇൻസ്ട്രുമെന്റ് നെയിം ഈസ് അക്കോർഡിയൻ. Accordion. It is hard to play actually because we have to control the air as well as the bow style. So it is hard actually, but it's like a the old age harmonium, you know harmonium, yeah, the pattern, harmonium pattern, but we have to control the air. Okay. Yeah. My father used to play harmonium. Yes. നമ്മൾ മഴ പെയ്തുട്ടാ, അപ്പോൾ നമ്മൾ പതുക്കെ കയറുന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. കുറേ മീറ്റുകൾ കണ്ട, പല ജാതിയുള്ള മീറ്റ്, പോർക്കാണ് കൂടുതൽ, പല ജാതിയുള്ള പോർക്കിൻ്റെ മീറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ സോസേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ കേട്ടോ ഒരു റെയിൽവേ സ്റ്റേഷനല്ല, എസ് ബാൻ എന്നൊക്കെ പറയും, എസ് ബാൻ, യു ബാൻ എന്നൊക്കെ പറയും, അതുപോലത്തെ ഒരു ഇതാണ്. പുറത്ത് നല്ല മഴ, ഗംഭീര മഴ. അപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റി നമ്മൾ പതുക്കനെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്, ഒരു ഹോട്ടലിലേക്ക്. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടതുകൊണ്ട് ആളവിടെ ഉണ്ട്. നല്ല തിരക്കുണ്ട് ഇവിടെ, നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലൂടെ പോകണ വണ്ടിയില്ല, ഇത് സ്ട്രാസൻബാനാണെന്ന് പറയാം, സ്ട്രാസൻബാൻ എന്ന് പറയുന്നത്. നമുക്ക് അധികം ദൂരം ഒന്നും പോയില്ല, തൊട്ടടുത്ത സ്റ്റോപ്പാണ്. നല്ല തിരക്കുണ്ട്, പക്ഷെ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ നമ്മൾ കണ്ടാണ് ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്, ഇത് നമ്മുടെ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡാണ്. അതുപോലെ സാധനങ്ങളൊക്കെ കിട്ടും, അതായത് വടക്ക് വട, അതുപോലെ തന്നെ സമോസ, സാധനങ്ങളൊക്കെ കൂടെ കിട്ടും. പെട്ടെന്ന് കണ്ടതാണ് ഇവിടെ കണ്ടാൽ. ഒരു കാര്യം കൂടി കണ്ടു, ഇവിടെ തൊട്ടപ്പുറത്ത്, അതായത് ആ സ്റ്റോറാണ് കാണുന്നത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ട ഒരു സ്റ്റോർ, അതായത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റാണ്. നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നത്, റസ്ക് അത് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹോട്ടലിന് മുമ്പിലെത്തി. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളിൽ തീരെ സീറ്റ് കുറവാണ്, നല്ല പുറത്ത് നല്ല മഴയുണ്ട്. വേറെ എവിടേക്കും പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് നേരത്തെ എനിക്ക് തിരിച്ച് പോകും വേണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ട്രിപ്പാണല്ലോ, അപ്പോൾ കമ്പനിയുടെ ഷെഡ്യൂളിലാണല്ലോ നമ്മൾ വന്നതാണ്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം വരാം ഫുള്ളായിട്ട്. മഴ സ്റ്റില്ല് പെയ്തുകൊണ്ടിരിക്കുക, രക്ഷയില്ല, ജാതി മഴ വേണ്ടിയില്ലേ എല്ലാം. ഇതിപ്പോൾ നമ്മൾ ഒരു ഷെൽട്ടറിൻ്റെ അടിയിൽ നിൽക്കണം, എന്തൊരു പണി നടക്കുന്നുണ്ട് ഇവിടെ, എന്താ അതിൻ്റെ അടിയിൽ വന്ന് നിൽക്കുക. അവിടെ നമുക്ക് കാണാം ഒരു ശരിക്കും അതൊക്കെ വന്നിട്ട് ശരിക്കും ഷൂട്ട് ചെയ്യാനുള്ളതാണ്. കണ്ട, അതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാൻ. പക്ഷേ നമുക്ക് ഇതാ കാണുന്ന സ്ഥലം തന്നെ, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ അതൊന്നും നിർവാഹമില്ല, കൊടയില്ല, റെയിൻ കോട്ടിലൊന്നുമില്ല, പിന്നെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും നിന്ന ആൾ ടെസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ പരിപാടിയിൽ പിന്നെയും മാറ്റം വന്നു. അതായത് നമുക്ക് ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവട്ടെ ഒച്ചയിൽ. നമുക്ക് ഇവിടുന്ന് ഒരു ആളെ പരിചയപ്പെട്ടു. അങ്ങനെ ആൾ പറഞ്ഞു അപ്പോൾ ഇവിടെ സ്ഥലമുണ്ട്, ഇരിക്കാം നമുക്ക്. അങ്ങനെ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. എനിക്ക് തോന്നുന്നത് ഇവിടെ കൂടുതൽ ഇന്ത്യക്കാരുണ്ടെന്നാണ് മ്യൂണിച്ചിൽ. ഐ തിങ്ക് ദർ ആർ മെനി ഇന്ത്യൻസ് ഹിയർ ഇൻ മ്യൂണിച്ച്. മെനി അത് ഇതാണ് മൊത്തത്തിലുള്ള സെറ്റപ്പ്. കണ്ട സെറ്റപ്പ് ശരിക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എങ്ങനെ വന്നാൽ എങ്ങനെയാണ് അതേപോലെ തന്നെ, ഒരു മാറ്റമില്ല. വേറൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ. കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് വേറൊരു ഇന്ത്യൻ കടയിൽ നമ്മൾ വന്നിട്ടില്ല, അത് കാരണം വേറൊരു എക്സ്പീരിയൻസ് നമുക്ക്. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ആള് വെജിറ്റേറിയനാണ്.
അപ്പോൾ ആള് പനീർ മസാലയാണ്, നമ്മൾ ചിക്കനെ കഴിക്കണം. കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. കാരണം നമുക്ക് 8 മണിയുണ്ട്. നമുക്ക് നാളെ ഒരു 4 മണിക്ക് കഴിഞ്ഞാലേ നമുക്ക് 7:30 ഫ്ലൈറ്റ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പോകുന്നറിയില്ല. ഇപ്പോൾ ഒരു 5 മണിക്ക് പോയാലേ നമുക്ക് അവിടെ ഒരു 6:45 എത്താൻ പറ്റുള്ളൂ. കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഇതും കിട്ടാനില്ല, ഇവിടുന്ന് മറ്റേ ടാക്സി കിട്ടാനുമില്ല. അപ്പോൾ നമുക്കൊരു 5:05 ആകുമ്പോഴേക്കും നമുക്കൊരു ട്രെയിൻ പിടിച്ചാൽ വേണം 6:45 അവിടെ എത്തുള്ളൂ, ഫ്ലൂഗാഫിൻ്റെ എയർപോർട്ടിലെത്തുള്ളൂ. ഇതേ ഇവിടെ ഞാൻ ഒരു സ്റ്റേഷൻ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞൂട്ടാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റേഷൻ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. വീട്ടിൽ കൊണ്ടായി നോക്കി ഇതിൻ്റെ ഹൈറ്റ് മച്ച ഹൈറ്റ് കണ്ടാ, ഹൈറ്റ് ഉണ്ട്, എത്രയോ ഹൈറ്റ് ഉണ്ട്. സോ ഇപ്പം നമുക്ക് അടുത്ത വണ്ടി കിട്ടും. S2 ആണ് നമുക്ക് കാണിക്കണേ. ഇതായിരിക്കണം മിക്കതും വണ്ടി. അപ്രോച്ചിങ് ഇതിലാണ് നമുക്ക് നമ്മുടെ ഇരിക്കുന്ന ഹോട്ടലിലേക്ക് പോകണ്ട കേട്ടോ. വേറെ ഒന്ന് കയറണമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, അവനെ നോക്കിയാണ്. ചോദിച്ചു എയർപോർട്ടിൽ വന്നേക്കാൻ കേട്ടോ. ഇപ്പോൾ പുറത്തെ കാഴ്ചകളാണ് ഇതൊക്കെ, ചെറിയ ഫ്ലൈറ്റുകളാണ് ഇതൊക്കെ. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ചെക്കിങ് കൗണ്ടറിലാണ് ഇരിക്കണേ. ചെക്കിങ് കൗണ്ടറിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ടൊരു 5:30 ആയിട്ടുള്ളൂ. നമുക്ക് ഫ്ലൈറ്റ് 7:30 കേട്ടാ. ഇവിടെ ഇപ്പം 5:30 ആയപ്പോഴേക്കും ഇവിടെ ഇത് കണ്ട വെളിച്ചായി പിടിക്കും.